ശ്രീവില്ലിപുത്തൂർ ശ്രീ ആണ്ടാൾ ക്ഷേത്രം തമിഴ്നാട്ടിലെ വിരുദനഗർ ജില്ലയിൽ ശ്രീവില്ലിപുത്തൂരിലാണ് ഈ ക്ഷേത്രം. 108 ദിവ്യദേശങ്ങളിൽ 88ാം സ്ഥാനമാണ് ഈ ക്ഷേത്രത്തിന്. 12 ആഴ്വാർമാരിൽ പെരിയാഴ്വാറിൻ്റെയും വളർത്തുമകളായ ആണ്ടാളിൻ്റെയും ജന്മസ്ഥലം കൂടിയാണിത്. വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡന്റെ അംശമാണ് വിഷ്ണു ചിത്തർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പെരിയാഴ്വാർ. തികഞ്ഞ വിഷ്ണു ഭക്തനായ അദ്ദേഹം എല്ലാ ദിവസവും ഇവിടുത്തെ മൂർത്തിയായ വടപത്രശായിക്ക് മാല കെട്ടിക്കൊടുക്കുമായിരുന്നു. സന്താനങ്ങളില്ല എന്നുള്ള ദുഃഖം വിഷ്ണു ചിത്തർക്ക് ഉണ്ടായിരുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ദിവസം പൂന്തോട്ടത്തിലെ തുളസിച്ചെടിയുടെ ചുവട്ടിൽ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. ഭൂമിദേവിയുടെ അംശമായ ആ പെൺകുട്ടിക്ക് ഗോദ എന്ന പേര് നൽകി തന്റെ മകളായി വിഷ്ണു ചിത്തർ വളർത്തി. വളർന്നു വരുന്നതോടെ ശ്രീകൃഷ്ണൻ തന്റെ ഭർത്താവാണെന്ന് ഗോദ സങ്കല്പിച്ചു. താൻ ശ്രീകൃഷ്ണന്റേതാണ് എങ്കിൽ കൃഷ്ണനും കൃഷ്ണന്റേതും ഒക്കെ തന്റെ കൂടിയാണെന്ന് ഭാവിച്ച് ഭഗവാനു വേണ്ടി കെട്ടിവെച്ചിരുന്ന മാല സ്വയം കഴുത്തിലണിഞ്ഞ് മണിക്കിണർ നോക്കി തന്റെ സൗന്ദര്യം വിലയിരുത്തി. ശ്രീകൃഷ്ണ പത്നിയാകുന്നതിനുള്ള യോഗ്യത സൗന്ദര്യം തനിക്കുണ്ടോ എന്ന് അറിയുന്നതിനായിരുന്നു ഈ പ്രവൃത്തി. ദിവസേന ഈ ലീല ആവർത്തിക്കപ്പെട്ടു. ഒരിക്കൽ അച്ഛൻ ഇത് കണ്ടറിഞ്ഞപ്പോൾ മനുഷ്യർ ധരിച്ച മാല നിർമാല്യമായത് ഭഗവാന് സമർപ്പിക്കുന്നത് അപരാധമാണെന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി പെരിയാഴ്വാർക്കും ക്ഷേത്രത്തിലെ പൂജാരിമാർക്കും ഒരുമിച്ച് സ്വപ്നദർശനമുണ്ടായി. ഗോദ അണിഞ്ഞ മാല ചാർത്തുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം, കാരണം അവൾ എൻ്റെ ഭക്തയാണ്. അങ്ങനെ ഗോദ ചൂടിക്കൊടുത്ത നാച്ചിയാർ എന്നും പിന്നീട് ആണ്ടാൾ എന്നും പേരിലും അറിയപ്പെട്ടു. ഒടുവിൽ ആണ്ടാൾ ശ്രീരംഗത്തുള്ള രംഗമന്നരെ ഭർത്താവായി സ്വീകരിച്ച് ഭഗവാനിൽ ലയിക്കുകയാണ് ഉണ്ടായത്. ആണ്ടാൾക്ക് പിന്നീട് പെരിയാഴ്വാർ ക്ഷേത്രം പണിയിച്ചു. ആണ്ടാൾ പാടിയ തിരുപ്പാവയും നാച്ചിയാർ തിരുമൊഴിയും ഇന്നും പ്രസിദ്ധമാണ്. ചിത്രാ പൗർണമിയിൽ മധുരയിലെ അഴകർ കോവിലിലുള്ള വിഷ്ണുവിനും കന്നിമാസത്തിലെ ബ്രഹ്മോത്സവത്തിന് തിരുപ്പതി ശ്രീ വെങ്കടാചലപതിക്കും ചാർത്തുവാൻ ഇന്നും ശ്രീ ആണ്ടാൾ ദേവിക്ക് ചാർത്തിയ മാല എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് കാണാം. 192 അടി ഉയരമുള്ള വലിയ രാജഗോപുരം തമിഴ്നാട് സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നമാണ്. ഗോപുരത്തിനകത്ത് കടന്നാൽ താഴെ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠ, അതിനു മുകളിൽ 2ാം നിലയിൽ കയറിയാൽ വടപത്രശായിയായി ഭഗവാൻ വിഷ്ണു, കാൽക്കൽ ശ്രീദേവിയും ഭൂദേവിയും ഇരിക്കുന്നു. ശ്രീകോവിലിന് മുന്നിലുള്ള മണ്ഡപത്തിന് മുകളിൽ മരം കൊണ്ടുള്ള കൊത്തുപണികൾ കാണാം. പുരാതനമായ വടപത്രശായി ക്ഷേത്രത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെയാണ് ആണ്ടാൾ ക്ഷേത്രം. ആണ്ടാൾ ശ്രീകോവിലിൽ ശ്രീ രംഗമന്നർ ഭഗവാന്റെ വലതുഭാഗത്ത്, ശ്രീ ആണ്ടാൾ ഇടത് കൈയിൽ തത്തയും ധരിച്ച് നിലകൊള്ളുന്നു. ഇടതു ഭാഗത്ത് ശ്രീ ഗരുഡനെയും ദർശിക്കാം. സാധാരണ ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ പ്രതിഷ്ഠയുടെ എതിർവശത്തായിരിക്കും ഗരുഡ പ്രതിഷ്ഠ. ആണ്ടാൾ ക്ഷേത്രത്തിലാണ് ആദ്യം ദർശനം നടത്തേണ്ടത്. 2 ക്ഷേത്രങ്ങൾക്കും നടുവിലായി പെരിയാഴ്വാർക്കും ആണ്ടാളിനെ ലഭിച്ചെന്ന വിശ്വസിക്കുന്ന തുളസിവനം കാണാം. തിരുവാറിലെ തേരു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തേരാണ് ഇവിടത്തേത്. ഇവിടുത്തെ പാൽഖോവ എന്ന് പറയുന്ന മധുര പലഹാരം ലോക പ്രശസ്തമാണ്. പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുള്ള ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ മധുരയിൽ നിന്ന് 80 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. ശ്രീവില്ലിപുത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ അകലത്താണ് ക്ഷേത്രം. എല്ലാ ദിവസവും സർവീസുള്ള ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിൽ കയറിയാൽ ഈ ക്ഷേത്രത്തിന് എത്തിച്ചേരാം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.